എല്ലാവർക്കും സ്വാഗതം. നമ്മ ഇന്ന് പുറത്തോട്ട് അയൽക്കിൽ തന്നെയാണ്. നമ്മ ഇന്ന് ചെമ്മീൻ കെട്ടിന്ന് തൂമ്പിൽ വല വെച്ച് ചെമ്മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടറൊക്കെ വെച്ച് എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ചെമ്മീൻ കെട്ടിന്ന് നമ്മൾ ചെമ്മീൻ എങ്ങനെ പിടിക്കണം തൂമ്പിൽ വല വെച്ചിട്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ആ കാഴ്ചയിലേക്ക് പോവാം. ഐ ആം ഇൻ ലവ് വിത്ത് ഫാമിലി, ഫുഡ് ആൻഡ് ട്രാവൽ. നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ ഇന്ന് ചെമ്മീൻ പിടിക്കാൻ വേണ്ടിയാണ് പോണത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന അക്കരെയുള്ള പട്ടിയാണിത്. അവൻ ഇവിടെ നിന്ന് നീന്തണേണ്ട, അവന് അക്കരയ്ക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവനെ കാണാം ഒരു സ്ഥലത്ത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വീട്ടിൽ നിന്ന് നമ്മ പുഴ വഴി കറങ്ങി എത്തിയപ്പോഴേക്കും ഒരാൾ കണ്ട സിമ്പിളായിട്ട് നീന്തി ചാടി ആദ്യം വന്ന് നിൽക്കണതാണ്. നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ നീന്തണത്, അത് ഇവൻ തന്നെയാണ്. അവിടെ ആദ്യം എത്തി. അപ്പച്ചനും അങ്കിൾമാർക്കൊക്കെയുള്ള ആകെയുള്ള കൂട്ടും ഇവിടെ ഇവന്മാർ മാത്രമേ ഉള്ളൂ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ പിടിക്കാൻ വേണ്ടി നമുക്ക് എത്തിയെന്ന് വല വെച്ച് പിടിക്കുന്ന തൂമ്പ്. ഇതാണ്. ഞാനിപ്പോൾ ഇതിലിറങ്ങിയിട്ട് ഇതിൻ്റെ പലകയൊക്കെ മാറ്റണം. പലക മാറ്റി വെള്ളം നമുക്ക് പുറത്തേക്ക് ആക്കണം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളം നമുക്ക് പുറത്തേക്ക് ആക്കണം. ഇപ്പോൾ കെട്ടിയെന്ന് വെള്ളം പുറത്തേക്ക് ആക്കണതാണ്. ഇനി തിരിച്ച് വെള്ളം പുഴയെന്ന് തിരിച്ച് നമ്മൾ കെട്ടിലേക്ക് കയറി രാത്രി, അതും കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു 2 മണി 3 മണിയോടെ തിരിച്ചിറങ്ങും. ആ സമയത്താണ് നമ്മളിവിടെ വല വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ വെള്ളം എങ്ങനെയാണ് പുറത്തേക്ക് നമ്മൾ ഇറക്കി വിടണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അത് പോയിക്കോട്ടെ. നമ്മൾ ഓരോ പലക ഇങ്ങനെ മാറ്റും. അപ്പോൾ ഒഴുക്ക് കണ്ടോ നിങ്ങൾ, ഈ കയറ് കണ്ടോ, ഈ കയറി പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കും. അടുത്ത പലക എടുക്കും. ഈ കയറ് ഏറ്റവും താഴ്ന്ന പലകയിലുണ്ട്. ഓരോ പലക അങ്ങനെ നമ്മൾ എടുത്ത് മാറ്റണം. ഒരു 10-12 പലക ഉണ്ടാവും. ഇതാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ പലക. വേണ്ട, അതാണ് ലാസ്റ്റ് പലക. ഇപ്പം നല്ല ഒഴുക്കായി, നല്ല ഒഴുക്കായി പുറത്തേക്ക്. നിങ്ങിപ്പോൾ കണ്ടതാണ് നമ്മൾ തൂമ്പിൽ നിന്ന് പലക എടുത്ത് മാറ്റിയതിന് ശേഷം വെള്ളം പുറത്തേക്ക് ആക്കണയാണ്. അതുപോലെ ഈ സെയിം ഇത് തന്നെയാണ് അകത്തേക്ക് കയറ്റാൻ വേണ്ടി. ഇപ്പോൾ പുറത്തേക്ക് ഇറക്കമാണ്, പുഴയിലേക്ക് വെള്ളം പോകണേണ്. നിങ്ങൾ കാണുന്ന പോലെ ഞാൻ പലക മാറ്റി കഴിഞ്ഞപ്പോൾ എല്ലാ വെള്ളവും എന്താ കെട്ടിന്നുള്ള വെള്ളം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ വല ഇവിടെ വെക്കും. അതായത് ഈ വല ചെമ്മീൻ, കെട്ടിലുള്ള ചെമ്മീനാണെങ്കിലും മീനാണെങ്കിലും ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ വല വെക്കണത്. പലക മാറ്റി വെള്ളം ഇങ്ങോട്ട് പോരും, മീനും ചെമ്മീനും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ നിന്നോളും. സമയം രാത്രി 8 മണിയായി. ഇനിയിപ്പോൾ കടലിൽ നിന്നും പുഴയിൽ നിന്നുള്ള വെള്ളം നമ്മുടെ കെട്ടിലേക്ക് കയറണയാണ്. അത് നമ്മൾ പലകിടണം. പലകിടാൻ വേണ്ടി പോകണതാണ്. ഓക്കെ, നിങ്ങൾ കണ്ടോളൂ. ഫസ്റ്റ് പലക നമ്മൾ ഇടുന്നത് ഈ കയറോട് കൂടിയത്.
വെള്ളം നല്ലോണം അകത്തോട്ടായി. അകത്തോട്ടുള്ള വലിവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒഴുക്ക് വെള്ളം കയറി കടലിൽ നിന്ന് കയറിയൊക്കെയാണ്. നമ്മൾ പലകിട്ടാർന്ന്. പലകിട്ടത് ഇപ്പോൾ കടലിൽ നിന്നുള്ള വെള്ളം പുഴയിലേക്ക് കയറിയിട്ട് ആ പുഴയിൽ നിന്നും വെള്ളം നമ്മുടെ കിട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പലകിട്ടതൊന്ന് ആ ഒഴുക്കിൻ്റെ ശക്തി ഒന്ന് കുറക്കും. അതാണ് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടത്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കെട്ടിന്ന് വെള്ളം പുറത്തേക്ക് പോയതാണ് പലക മാറ്റിയത് ആദ്യം നമ്മൾ കണ്ടത്. ഇനി ഈ വല നമ്മൾ ആ സമയത്ത് വെച്ചാർന്ന്. കാര്യം കെട്ടിലെ ചെമ്മീനും മീനൊന്നും പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ. ഇനി ഈ വല നമുക്ക് പയ്യെ മാറ്റാം. കാര്യം പുഴയിൽ നിന്നുള്ള മീനും ചെമ്മീനും ഞണ്ടും കാര്യങ്ങളൊക്കെ നമുക്കിനി കെട്ടിലേക്ക് കയറണം. അപ്പോൾ പലകിട്ട് നമ്മൾ ഇപ്പോൾ ഒഴുക്ക് നിരപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഈ വല പൊക്കലാണ്. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് ഇത് വലിച്ച് പൊക്കി വെക്കണം. നമുക്ക് ചെയ്ത് വെക്കാം. കുറച്ചും കൂടി ഒന്ന് പൊക്കിയേക്കാം. നമ്മുടെ സംഭവം പൊക്കി ടൈറ്റായി. പൊക്കി വെച്ച് ഇനിയിപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ പുഴയിൽ നിന്നുള്ള വെള്ളം നമ്മുടെ കെട്ടിലേക്ക് കയറിക്കോളും. അതിനോടൊപ്പം തന്നെ ചെമ്മീനും മീനും ഞണ്ടും സകല സാധനവും ഒപ്പം കയറിക്കോളും. പാമ്പും എല്ലാം കയറും. അപ്പം നമുക്ക് ഈ പലക മാറ്റി കൊടുക്കാം. ഓരോ പലക മാറ്റാം. നേരത്തെ നമ്മൾ ആദ്യം പലക മാറ്റിയത് പുറത്തേക്ക് വെള്ളം കെട്ടിന്ന് ഇറക്കി വിടാനായിരുന്നു. ഇതിപ്പോൾ നമുക്ക് കെട്ടിലേക്ക് അകത്തേക്ക് വെള്ളം കയറുന്നതാണ്. നല്ല പ്രശ്നമായിട്ടാ അല്ല ഈ കാണുന്ന പോലെ ഇല്ല. നമ്മൾ കയറിന് ഉപയോഗിക്കാണ് ഏറ്റവും അടിക്കുന്നത്. ഒക്കെടുക്കാനായിട്ടാണ്. ഇതാണ് നമുക്ക് വെള്ളം കയറുന്നതാണ്. ഇപ്പം നല്ലോണം വെള്ളം അകത്തേക്ക് കയറി തുടങ്ങി പുഴയിൽ നിന്ന്. ഇതിൻ്റെ ഒപ്പം ചെമ്മീനും മീനും എല്ലാം നമ്മുടെ കെട്ടിലേക്ക് കയറിക്കോളും. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 2 മണിയായി വെളുപ്പിനെ. നമുക്ക് വല തൂമ്പിലേക്ക് വെച്ചിട്ട് തൂമ്പ് തുറക്കണം. ഇതാണ് വല, ചെമ്മീൻ പിടിക്കാനുള്ള വല ഇതാണ്. നമുക്ക് തൂമ്പിലോട്ട് കൊണ്ടുപോകാം ഈ സാധനം. ഇങ്ങനെയാണ് നമ്മൾ വല വെക്കണത്. വല വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മ ഇനി പയ്യെ പലക മാറ്റി കൊടുക്കണം. വല അങ്ങോട്ട് പോയിക്കോളൂ. അപ്പോൾ വല പോണേന് വല പയ്യത്തിന് നല്ലോണം ചെമ്മീൻ ചാളുണ്ട്. ഇനി നമുക്ക്
ചെമ്മീൻ വയലോട് കയറിക്കോളും. നല്ലോണം ചെമ്മീൻ ചാടുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാലിൽ കൊള്ളുന്നുണ്ട്. ഓക്കെ, നമുക്കിനി വെയിറ്റ് ചെയ്യാം. സമയം 2 മണി കഴിഞ്ഞ് വലയൊക്കെ വെക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന്. നമ്മൾ ഉച്ചക്ക് 3 മണിക്ക് വന്നപ്പോൾ വെള്ളം പുറത്തേക്കായിരുന്നു, മീൻസ് കെട്ടിന്ന് പുഴയിലേക്ക് ഇറങ്ങണമായിരുന്നു, വേലി ഇറക്കമായിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അതേപോലെ തന്നെ 8 മണിക്ക് തിരിച്ച് വെള്ളം കയറിയായിരുന്നു. വേലിയേറ്റത്തിൽ നമ്മൾ വെള്ളം അകത്തേക്ക് കയറി, അതും കാണിച്ചു തന്നായിരുന്നു ഞാൻ. ഇതിപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്, 2 മണി കഴിഞ്ഞേക്കാണ്. നമ്മൾ വല വെച്ചിട്ട് ആ സെയിം ഇതെല്ലാം കാണിച്ച് തന്നെ തലയൊക്കെ എടുത്ത് മാറ്റി വെള്ളം പുറത്തേക്ക് ഇറങ്ങാണ് കെട്ടിയെന്ന്. അപ്പോൾ ചെമ്മീൻ ചാറിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചെമ്മീൻ ഈ വലയിലേക്ക്, ഇതൊരു ട്രാപ്പ് പോലെയാണ്, വലയിലേക്ക് ഒഴുക്കാണ്. ചെമ്മീൻ വരും, ലൈറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ അകത്ത്. ചെമ്മീൻ വരും, ഈ വലയിലേക്ക് കയറിക്കോളും, വെള്ളറ്റത്ത് കയറിക്കോളും. ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് വെള്ളം ഇതേപോലെ ഇറക്കം തന്നെ ആയിരിക്കോളും പുഴയിലേക്കുള്ള. അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ തന്നെ നമുക്ക് വല പൊക്കിക്കൊണ്ടേ ഇരിക്കണം. അതിൽ ചെമ്മീൻ വരും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കൊന്നപ്പോൾ വല ഒന്ന് പൊക്കി നോക്കാം. അത്യാവശ്യം തിരക്കില്ലാത്ത ക്യാച്ചുണ്ട് കേട്ടോ. നല്ലോണം കിടണ്ട്. പയ്യെ നമുക്ക് ഒട്ടേക്കാക്കാം. ആഹാ, അടിപൊളി. ഇത് കണ്ട ചെമ്മീൻ ചാറിന ചാട്ടം കണ്ട. രണ്ടെണ്ണം ഇപ്പോൾ പ്രാവശ്യം മൂടിയേക്കാം. നമ്മുടെ ലാസ്റ്റത്തെ വലയാണ്.
ഒരു 5-6 വലയൊക്കെ പിടിച്ച് നിറച്ചടന്ന് തൊട്ടേക്കാം. ഇത് ലാസ്റ്റാണ്. ഇനിയിപ്പോൾ പയ്യെ നമുക്ക് പോകണം. കാര്യം മാർക്കറ്റിൽ കൊണ്ടേ കൊടുക്കണമല്ലോ. ആ തുണി ഇതിൽ കാര ഇഷ്ടംമാരുണ്ട് കേട്ടോ. 2 3 ഒട്ടും ചാടി പോയേട്ടാ. എന്തായാലും ഭാഗ്യമുണ്ട്. ഊരാൻ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഒരു 5-6 പ്രാവശ്യം വല വെച്ചിട്ടുണ്ട്. ഇത് അവസാനത്തെയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ചെമ്മീൻ നമ്മ പിടിച്ചു കഴിഞ്ഞ് ഇനി തിരിയാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. 1 2 3 കൊട്ട കിട്ടിയിട്ടുണ്ട്. ഒരു അരക്കൊട്ട കാര്യം വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യാണ് പോവാം. ഏകദേശം 300 കിലോ ചെമ്മീൻ നമ്മ ഇന്ന് പിടിച്ചിട്ടുണ്ട്. നമ്മ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകണതാണ്. ഇനി വീട്ടിൽ കൊണ്ട് ചെമ്മീൻ തിരിയണം. ഇതിപ്പോൾ ഞാൻ ലൈറ്റ് ഫ്രണ്ടിൽ കത്തിച്ച് വെച്ചാൽ ഇതിൽ കൂടി എങ്ങനെയാണ് അപ്പച്ചനും അങ്കിളുമാരൊക്കെ വഞ്ചി പിടിച്ചിട്ട് പോകണമെന്ന് രാത്രി എനിക്കൊരു പിടുത്തൂല. വഞ്ചിക്ക് നമ്മപ്പം എത്തി. കടവാഴത്ത് നിന്ന് ഓരോ കൊട്ടയായിട്ട് കൊണ്ടുവന്ന് തിരിയാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ വരും. ചെമ്മീൻ തിരിയണമല്ലോ നമുക്ക്. തിരിഞ്ഞ് അത് സെപ്പറേറ്റ് ചെയ്യണം. ചെറുത് വലുത് ചൂടൻ നാരൻ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്യണം. സമയം അപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചേച്ചിമാരെല്ലാവരും എത്തി. നമുക്ക് പക്ക സപ്പോർട്ടിന് ചേച്ചിമാരാണ്. അടുത്തുള്ള ചേച്ചിമാരാണ്. അതെല്ലാവരും വന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അവസാനത്തെ പരിപാടി. തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ പിന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുക, കൊടുക്കുക എന്നുള്ളതാണ്. അപ്പച്ചനും അങ്കിളും കൂടെയാണ് സ്ഥിരം പോണത്. അവർ ഈ വണ്ടിയിലാണ് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ നിങ്ങളുടെ ജിജാസ്. ഐ ആം ഇൻ ലവ്.